കഴിയുന്ന അത്രയും വേഗം തന്നെ മഹാദേവനെ ഈ വാർത്ത അറിയിക്കേണ്ടതാണ്. സഹോദരൻ പ്രജാപതി ദക്ഷൻ തന്റെ പുത്രി സതിയുടെ സ്വയംവരം നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മഹാദേവനെ വിവരം അറിയിച്ചാൽ മാത്രമേ ഈ സ്വയംവരത്തെ തടയാൻ സാധിക്കൂ. അല്ലെങ്കിൽ വലിയ അനർത്ഥമുണ്ടാകുന്നതാണ്. പക്ഷെ ദേവർഷി, പ്രശ്നം ഇതാണ്, നമ്മൾ മഹാദേവനെ എവിടെയാണ് തിരിയുക? അതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല ദേവർഷി. ഈ സമയം മഹാദേവൻ ഏകാന്തവാസത്തിലാണ്. പ്രഭു, തിരികെ വന്നാലും പ്രഭു, തിരികെ വന്നാലും ഈ സമയം അങ്ങ് തിരികെ വരേണ്ടത് വളരെയധികം അനിവാര്യമാണ്. വേഗം തന്നെ തിരികെ വന്നാലും പ്രഭു. മാതാവ് സതിയുടെ വിവാഹം അങ്ങയുമായി മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. മാതാവ് അങ്ങയ്ക്ക് മാത്രമുള്ളതാണ് പ്രഭു. വന്നാലും പ്രഭു, ഇല്ലെങ്കിൽ വളരെ വലിയ അനർത്ഥം ഉണ്ടാകുന്നതാണ്. തിരികെ വന്നാലും പ്രഭു, തിരികെ വന്നാലും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടാലും. നന്ദി, ഇനി എന്താണ് സംഭവിക്കുക? ഇനി ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. ശ്രീനാരായണൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ സദാ പ്രഭു വസിക്കുന്നുണ്ട്. ആശങ്ക അകറ്റുന്നതിനായി ആരും തന്നെ ഒന്നും തന്നെ ചെയ്തില്ലേ? ചെയ്തു. സ്വയം ബ്രഹ്മദേവൻ തന്നെ തന്റെ പുത്രൻ പ്രജാപതി ദക്ഷനെ പിന്തിരിപ്പിക്കാൻ പ്രയത്നിച്ചു. പക്ഷെ അഹങ്കാരിയായ പ്രജാപതി ദക്ഷൻ ഒന്നും തന്നെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിയതേയില്ല. ഇനി നീ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും കാപാലിക. പുത്ര ദക്ഷ, പ്രണാമം പിതാശ്രീ. അവിടുത്തെ ആഗമനം ശുഭകരമായ സമയത്താണ് പിതാശ്രീ. ഇന്ന് നാം സതിയുടെ അനുഭവത്തോടെ അവളുടെ സ്വയംവരത്തിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ സ്വയംവരത്തിൽ അവളുടെ പതിയെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ യാതൊരുവിധ നിർബന്ധവും കൈകടത്തലുകളും ഉണ്ടായിരിക്കുന്നതല്ല ആ സ്വയംവരത്തിൽ. നമ്മുടെ ഈ തീരുമാനം ശരിയല്ലേ പിതാശ്രീ? പുത്ര ദക്ഷ, പുത്രിയുടെ പിതാവ് എന്ന നിലയിൽ സ്വന്തം പുത്രിയുടെ സുഖകരമായ ജീവിതത്തിനായി ഈ തീരുമാനം തീർച്ചയായും ഉചിതമാണ്. പക്ഷേ നിനക്കറിയാവുന്നതല്ലേ സതി ആരാണെന്ന്? നമ്മുടെ പുത്രിയാണ് പിതാശ്രീ. നമ്മുടെ ഏറ്റവും ഇളയ, ഏറ്റവും പ്രിയപ്പെട്ട പുത്രി. നാം ലൗകികതയുടെയല്ല, ദൈവിക ലോകത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് ദക്ഷ. എന്താ നിനക്ക് വ്യക്തമായിട്ട് അറിയാമോ വാസ്തവത്തിൽ സതി ആരാണെന്ന്? എന്താണ് പിതാമഹൻ പറയുന്നത്? വാസ്തവത്തിൽ നാം ആരാണ്? ദക്ഷ, മറന്നുപോയോ നമ്മുടെ വാക്കുകൾ? സ്വന്തം തപസ്, ആദിശക്തിയുടെ വരദാനം, സതിയുടെ ജന്മം, എല്ലാം മറന്നുപോയോ? നീ തപസ് ചെയ്യണം. തപസ്സിലൂടെ ആദിശക്തിയെ പ്രസന്നയാക്കി ദേവിയെ നിന്റെ പുത്രിയുടെ രൂപത്തിൽ പ്രാപ്തമാക്കുന്നതിനായി വരം നേടണം. എങ്ങനെയാണ് മറക്കുക? നമുക്കറിയാം അവൾ ആദിശക്തിയാണെന്ന്. പക്ഷേ നമുക്കിതും അറിയാം, അവൾ നമ്മുടെ പുത്രിയാണെന്ന്. ഈ സത്യം നാം ഒരിക്കലും മറക്കുന്നതല്ല. ആദിശക്തിയുടെ ജന്മം സതിയുടെ രൂപത്തിൽ കേവലം ശിവനുമായി ഒന്നു ചേരുന്നതിന് വേണ്ടി നടന്നതാണ്.
പുത്ര ദക്ഷ, നിന്റെ പിതാവിന്റെ ഉപദേശം സ്വീകരിക്കും. ശിവന്റെയും സതിയുടെയും ഒത്തുചേരലിന് തടസ്സം സൃഷ്ടിക്കാതെയിരിക്കും. സതിയുടെ സ്വയംവരത്തിനായുള്ള അവളുടെ വിവാഹം മറ്റൊരാളുമായി നടത്തുവാനുള്ള വാശി ഉപേക്ഷിച്ചാലും ദക്ഷ, ഇല്ലെങ്കിൽ ഇതൊരു വലിയ ശിവദ്രോഹമാകും. അങ്ങനെ ചെയ്താൽ നിനക്കുള്ള ആദരവ് നീ സ്വയം തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ആരെയും പരാജയപ്പെടുത്തുന്നതിനായി ഹൃദയത്തിൽ വിദ്വേഷത്തിന്റെ കണികയുണ്ടാകുന്നത് അനിവാര്യമാണ് പിതാശ്രീ. എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയുകയാണ് പിതാശ്രീ, നാം അങ്ങയുടെ അത്രയും മഹാനല്ല. അവിടത്തേക്ക് ശിവന്റെ അപമാനം മറക്കാൻ സാധിച്ചേക്കും, പക്ഷെ നമുക്ക് സാധിക്കില്ല. അവിടുന്ന് അവന് ക്ഷമ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അവൻ അങ്ങയുടെ 5ാമത്തെ ശിരസ് വേർപെടുത്തിയതിന്. ദക്ഷ, ആ ശിരസ് വേദജ്ഞാനിയായ ബ്രഹ്മദേവന്റേതായിരുന്നില്ല. ആ ശിരസ് നമ്മുടെ അഹങ്കാരത്തിൻ്റെതായിരുന്നു. ആ ശിരസ് വേർപെടുത്തി മഹാദേവൻ സ്വയം നമ്മെ നമ്മുടെ പതനത്തിൽ നിന്നും രക്ഷിച്ചതാണ്. പക്ഷെ ഇന്ന് അതേ അഹങ്കാരം നമുക്ക് നിന്നിൽ ദർശിക്കാനാകുന്നു. ഇത് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ് പിതാശ്രീ. അന്ന് അങ്ങ് നമ്മോട് ആവശ്യപ്പെട്ട ദിവസം, അതായത് ആദിശക്തിയെ നമ്മുടെ പുത്രി രൂപത്തിൽ പ്രാപ്തമാക്കാൻ, അന്ന് തന്നെ നാം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. സമയമാകുമ്പോൾ അതേ ആദിശക്തിയെ ശിവന് വിരുദ്ധമായി നമ്മുടെ ആയുധമാക്കുമെന്ന്. അങ്ങയെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും പക്ഷേ മതിയാക്കൂ പിതാശ്രീ, മതിയാക്കൂ. നമ്മോട് തർക്കിക്കാതിരുന്നാലും, നാം എന്താണോ ചെയ്യുന്നത് അതിന് നമ്മെ അനുവദിച്ചാലും, സതിയുടെ സ്വയംവരം അത് തീർച്ചയായും നടക്കും. ഇനി സതിയുടെയും ശിവന്റെയും വിവാഹം അങ്ങയുടെ സ്വപ്നമാണെങ്കിൽ, ആ സ്വപ്നം നമ്മുടെ മരണത്തിന് ശേഷം മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. ആരാണ് ഈ ശിവൻ? നമ്മുടെ ശത്രുവാണ്. പിതാവിന്റെ ശത്രു. അതിനർത്ഥം പുത്രിയുടെയും ശത്രു. ഈ വേർപെടുത്തിയ ശിരസ് ആരുടേതാണ്? പിതാശ്രീയുടെ. ആരാണിത് ചെയ്തത്? അതേ ശിവൻ തന്നെ. കാരണം? അസൂയ. എന്നിട്ട് പിന്നീട് പ്രജാപതി ദക്ഷൻ മനസ്സിലാക്കിയില്ല. പക്ഷേ സതി സത്യം മനസ്സിലാക്കി. ആ ഗൂഢമായ രഹസ്യം, അതായത് അവളൊരു സാധാരണ സ്ത്രീയല്ലെന്ന്. അവൾ ആദിശക്തിയാണ്. അവളുടെ ജനനം ശിവനുമായി ചേരുന്നതിന് സംഭവിച്ചതാണ്. നാം ഇന്നത് മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഗൂഢരഹസ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രഥമ ദൃഷ്ടിയിൽ നാം അങ്ങയിൽ ആകൃഷ്ടയായതെന്ന്
അങ്ങയെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു അനുഭൂതി എന്തുകൊണ്ടുണ്ടായി എന്ന് നാം അങ്ങയുടെ ആദ്യ ശക്തിയാണ്. അവിടുന്ന് നമ്മുടെ ശിവനും. നാം അങ്ങയ്ക്ക് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങ് നമ്മുടേതാണ് ശിവ, നാം അങ്ങയുടേതും. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയോട്. ഏത് സത്യത്തെയാണോ നാം ഇന്ന് തിരിച്ചറിഞ്ഞത്? അങ്ങും ആ സത്യത്തെക്കുറിച്ച് അജ്ഞനായിരുന്നുവോ? പറഞ്ഞാലും ശിവ, അങ്ങയ്ക്ക് അറിവില്ലായിരുന്നോ നമ്മൾ ഇരുവർക്കും ഇടയിൽ എന്താണ് ബന്ധമെന്ന്? അങ്ങയ്ക്ക് അറിയാമായിരുന്നു ശിവ, അങ്ങയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും നമ്മോട് ഒന്നും മിണ്ടിയില്ല. നാം അങ്ങയുടെ ആദിശക്തിയാണെന്നും അങ്ങ് നമ്മുടെ ശിവനാണെന്നും. എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് ശിവ? എന്തുകൊണ്ടാണ് എപ്പോഴും അപരിചിതരെ പോലെ പെരുമാറിയത്? ആരാണ് സതി? എന്താണ് സതി? സതി അവിടുന്ന് രാജകുമാരിയാണ്. അവിടുത്തെ സ്ഥാനം പ്രജാപതിയുടെ രാജകൊട്ടാരമാണ്. എന്തിന്? പറഞ്ഞാലും ശിവ, എന്തിന്? സമീപവാസി മിത്രമേ, അവിടുത്തെ കഥ മുന്നോട്ട് മുന്നോട്ട് കേൾക്കുന്തോറും കൂടുതൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് ഉണ്ടായത് മിത്രമേ? ഒടുവിൽ ആ ദിനവും വന്നെത്തി. അതിനു മുൻപ് ഒരിക്കലും സംഭവിക്കാത്ത ഒന്ന്. അങ്ങനെ എന്താണ് സംഭവിച്ചത് മിത്രമേ? ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത്. മഹാദേവ, നാം അവിടത്തേക്ക് പ്രണാമം അർപ്പിക്കുന്നു. അങ്ങേക്ക് നമ്മുടെ പ്രണാമം. സമസ്ത പ്രപഞ്ചത്തിന്റെയും പ്രതിനിധിയായി അങ്ങയോട് അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് മഹാദേവ. ആദിശക്തിയുടെ രൂപമായ സതിയുടെ വിഷയത്തിൽ അങ്ങ് അവിടുത്തെ നിസ്സംഗതയെ ഉപേക്ഷിച്ചാലും, എന്നിട്ട് സതിയുടെ പ്രണയത്തെ സ്വീകരിച്ചാലും മഹാദേവ. ത്രികാലദർശിയായ മഹാദേവന് സതിയോടുള്ള ഈ ഉപേക്ഷ ചിന്തിക്കാനാകുന്നില്ല. സതി തീവ്രമായ വേദനയിലാണ്. അങ്ങ് സതിയുടെ വേദന അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ശാശ്വതമായ പവിത്ര പ്രണയത്തിൽ പ്രപഞ്ചത്തിനുള്ള വിശ്വാസം നഷ്ടമാകുന്നതാണ്. നാം അറിയുന്നു നാരായണ, സതിയുടെ പ്രണയത്തെയും സതിയുടെ വേദനകളെയും. അവിടുന്ന് എന്തിനാണ് കരയുന്നത് മിത്രമേ? എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ദുഃഖകരമായ സംഭവത്തെക്കുറിച്ച് ഓർമ്മ വന്നോ? ഇനി അവിടുന്ന് കഥ പറയുന്നത് കാരണം അവിടുത്തെ ഹൃദയം വേദനിക്കുകയാണെങ്കിൽ നമുക്ക് കഥ കേൾക്കണമെന്നില്ല. പക്ഷെ അവിടുന്ന് കരയാതിരുന്നാലും
മിത്രമേ, അങ്ങേക്ക് കഥ പറയുന്നതിലൂടെ നമ്മുടെ വേദന, നമ്മുടെ ദുഃഖം ഇല്ലാതാവുകയാണ്. പിന്നെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? കഥയുടെ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്വയംഭൂവായ ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ നേത്രങ്ങളിൽ നിന്നും കണ്ണുനീരിന്റെ ആദ്യ തുള്ളി മഴയുടെ രൂപത്തിൽ പൊഴിഞ്ഞപ്പോൾ ശിവനോടുള്ള പ്രണയത്തിന്റെ വിരഹത്തിൽ വീണുപോയ സതിയിലേക്ക് അതെത്തിയിരുന്നു. ആദിശക്തിയാണെങ്കിൽ, അങ്ങയുടെ ഹൃദയത്തിൽ നമ്മോട് പ്രണയമുണ്ടെങ്കിൽ, എങ്കിൽ നമ്മുടെ തകർന്ന ഹൃദയത്തെ അങ്ങയുടെ പ്രണയത്താൽ നിറച്ചാലും ശിവം. നമ്മുടെ വേദന ഇല്ലാതാക്കിയാലും. സത്യമാണ്, ഇത് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ മിത്രമേ, ഇത് കഥയാണ്. കഥയ്ക്ക് യാഥാർത്ഥ്യ ജീവിതവുമായി ബന്ധമുണ്ടാകാറില്ല മിത്രമേ. പിന്നെ അവിടുന്ന് ഇത്രയും വികാരഭരിതയാവുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം കഥയിലെ സതിയുടേതിന് തുല്യമാണ്. നമ്മുടെ വേദന സതിയുടെ കഥയിൽ നിന്നും വ്യത്യസ്തവുമല്ല. കേവലം ഇത്ര വ്യത്യാസമേ ഉള്ളൂ. എന്തെന്നാൽ അവളുടെ വേദനയാൽ ശിവൻ ഉരുകിയിരുന്നു. പ്രത്യക്ഷ രൂപത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിലും മഴയുടെ രൂപത്തിലാണെങ്കിൽ പോലും അവളുടെ സമീപം പോയിരുന്നു. അവളുടെ വിരഹം നിറഞ്ഞ മനസ്സിനെ ശാന്തമാക്കി പ്രണയത്തിന്റെ അനുഭൂതി അനുഭവിക്കാൻ അവസരം നൽകി. നാം അങ്ങയുടെ ആദിശക്തിയാണെങ്കിൽ, അങ്ങയുടെ ഹൃദയത്തിൽ നമ്മോട് പ്രണയമുണ്ടെങ്കിൽ, എങ്കിൽ നമ്മുടെ തകർന്ന ഹൃദയത്തെ അങ്ങയുടെ പ്രണയത്താൽ നിറച്ചാലും ശിവം. നമ്മുടെ വേദന ഇല്ലാതാക്കിയാലും.
മഴയുടെ സ്പർശനം നൽകുന്ന അനുഭൂതി എത്ര സുഖകരമാണ്. മഴയുടെ സാമീപ്യം വേർപിരിഞ്ഞ പ്രണയിനിയുടെ മനസ്സിന്റെ വിരഹാഗ്നിയെ കൂടുതൽ ജ്വലിപ്പിക്കാറുണ്ട്. ഈ മഴത്തുള്ളികളുടെ സ്പർശനത്താൽ നമ്മുടെ മനസ്സിൽ സുഖവും ശാന്തിയും എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് ശിവ? തീർച്ചയായും ഇത് അങ്ങാണ്. തീർച്ചയായും അങ്ങാണ്. തീർച്ചയായും ഇത് അങ്ങ് തന്നെയാണ് ശിവ.